ഹായ് ഒരുവൺ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയ പടുതാക്കളമൊക്കെ ഉണ്ട്, കുറച്ച് സിലോപ്പിയൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ മീൻ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് അതിനകത്ത് ചിത്രലാടനെയൊക്കെ വാങ്ങിച്ചായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അതുകൊണ്ടൊന്നും വലിയ ലാഭം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ നാടൻ സിലോപ്പിയാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചേമ്പല വെട്ടിയെടുക്കുകയാണ്. ഇത് നമ്മുടെ ചീരച്ചേമ്പാണ്. അപ്പോൾ തോരനൊക്കെ വെച്ച് എല്ലാവരും കൂട്ടുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് 2-3 എണ്ണമൊക്കെ വെച്ച് സിലോപ്പിക്ക് കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എടുത്താണിത്. ചിത്രലാടനെ ഇട്ടുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഇലകളൊന്നും കൊടുക്കില്ലായിരുന്നു കേട്ടോ. തീറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും വലിയ ലാഭമൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ പെറുക്കി മാറ്റിയിട്ട് നമ്മുടെ നാടൻ തിലോപ്പീനെ കൊടുത്തേക്കുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ചേമ്പലയുടെ അവശിഷ്ടങ്ങളാണ് കേട്ടോ കിടക്കുന്നത്. മുഴുവൻ ഇലയും തിന്നിട്ടുണ്ട്. എൻ്റെ തണ്ട് മാത്രമേ മിച്ചം വെച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണ്, നിങ്ങൾ കഴിച്ചോളൂ. തീറ്റ കൊടുക്കും. അത് കൂടാതെ ഇത് കൂട്ട് ഇലയും 2-3 എണ്ണമൊക്കെ വെച്ച് ഒരു ദിവസം ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മുടെ നാടൻ തിലോപ്പീനെ വളർത്തിയാലത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതുങ്ങളെ നമുക്ക് വളർത്തുന്നതോടൊപ്പം തന്നെ അതുങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്യും. പക്ഷേ ചിത്രലാടനെയൊക്കെ വളർത്തിയാൽ ആ മീനെ വളർത്തി എടുക്കാമെന്നുള്ളതല്ലാതെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതുകൊണ്ട് വലിയ ലാഭമൊന്നുമില്ല. മാത്രമല്ല ഒരുപാടങ്ങ് വലുതാകത്തുമില്ല കേട്ടോ. നല്ല തീറ്റയും വേണം. തീറ്റ ഇട്ട് കൊടുത്ത് ഉടനെ ഒന്നും മീനൊന്നും പൊങ്ങി വന്നില്ല കേട്ടോ. കാരണം സമയത്തല്ല നമ്മൾ ഇട്ട് കൊടുത്തത്. ഇവിടെ ഒന്നും അമ്മ ഇട്ട് കൊടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഇട്ട് കൊടുത്തതാണ്. കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ മീനുകൾ വരാൻ തുടങ്ങിയത്. കണ്ട ഇപ്പോഴാണൊന്ന് പൊങ്ങി വന്നത്. ഒരു 5-10 മിനിറ്റ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് മീനെല്ലാം പൊങ്ങി വരുന്നത്. കാണാനൊന്നും പറ്റത്തില്ല, കാരണം വെള്ളം അത്ര ക്ലിയർ ആയിട്ടല്ല കിടക്കുന്നത്. ഒരുപാട് എണ്ണമൊന്നും ഇല്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്കൊന്ന് പിടിച്ചായിരുന്നു. അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. മീനെ വിൽക്കാറൊന്നും ഇല്ല കേട്ടോ. നമ്മൾ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള മീനെ മാത്രമേ ഇതിനകത്തൊക്കെ ഉണ്ടാക്കാറുള്ളൂ. കാരണം ഒരുപാടൊന്നും ഉണ്ടാക്കി അത്രയും വലിയ കുളമൊന്നും അല്ല കേട്ടോ. ഇത് ചെറിയൊരു കുളമാണ്. പിന്നെ വിഷമില്ലാത്ത മീൻ കഴിക്കാം എന്നുള്ളതാണ് കേട്ടോ ഒരു ഗുണം. ചീരച്ചേമ്പ് മാത്രമല്ല കേട്ടോ, നമ്മൾ സാധാരണ ചേമ്പിൻ്റെ ഇലയും കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ കഴിച്ചോളും. ഒരു 3 എണ്ണം 2 എണ്ണമൊക്കെ വെച്ചിട്ട് കൊടുത്താൽ മതി. അന്നേരത്തേനും അതുങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് കഴിച്ചോളും. തിലോപ്പിക്ക് പിന്നെ എപ്പോഴും വെള്ളം മാറുമൊന്നും വേണ്ട കേട്ടോ. ഒരു 3 മാസമൊക്കെ കൂടുമ്പോഴേ നമ്മൾ വെള്ളം മാറാറുള്ളൂ. പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അത്രയും മുഴുപ്പിലൊന്നും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു ആവറേജ് മുഴുപ്പൊക്കെ ഉള്ളൂ. ഒരു 3 എണ്ണം കൂടിയാലൊക്കെയാണ് നമുക്കിവിടെ ഒരു 1/4-3/4 കിലോ ഒക്കെ കിട്ടുക കേട്ടോ. തീറ്റ ഇട്ട് കൊടുത്ത ഉടനെ നമ്മൾ ചേമ്പല ഇട്ട് കൊടുത്തുകൊണ്ട് വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വലിയ കാര്യമായിട്ട് എല്ലാവരും കൂടെ കയറി വന്ന് കഴിച്ചേനെ. അപ്പോൾ നമ്മൾ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കയറി പോകുന്നു കേട്ടോ. ഞാൻ 3 ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാളെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഞരമ്പ് മാത്രമേ കാണുള്ളൂ കേട്ടോ. അതുപോലെ ക്ലിയർ ആയിട്ട് ഇതിൽ കഴിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.